നമസ്കാരം. പൊതുവെ ക്ഷേത്രങ്ങൾ എന്നത് അറിവിൻ്റെയും ആത്മീയതയുടെയും ഇരിപ്പിടങ്ങളാണ്. ചില ആലയങ്ങൾ മനുഷ്യന്റെ വിജ്ഞാനത്തിനും ശാസ്ത്രത്തിനും അതീതമായി രഹസ്യ സ്വഭാവം ഉള്ളവയും കൂടെ. രാത്രിയുടെ വിജനതയിൽ ക്ഷേത്രത്തിനുള്ളിലെ പ്രതിഷ്ഠകൾ പരസ്പരം സംസാരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം ശ്രീ രാജരാജേശ്വരി ത്രിപുരസുന്ദരി മാ മന്ദിർ, ബീഹാർ. ഈ ക്ഷേത്രം ബീഹാറിൽ ബക്സർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ള മൂലവർ ശ്രീ രാജരാജേശ്വരി ത്രിപുരസുന്ദരി ദേവിയാണ്. ഇന്നാട്ടിലെ ശക്തിയുള്ള പല ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആയിരക്കണക്കിന് ഭക്തർ തങ്ങളുടെ മനസങ്കടങ്ങളും കഷ്ടങ്ങളും ഇറക്കി വയ്ക്കാനെത്തുന്ന പ്രധാന ക്ഷേത്രവും കൂടെ. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്തെന്നാൽ രാത്രികാലങ്ങളിൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകൾ പരസ്പരം മനുഷ്യരെ പോലെ സംസാരിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഏകദേശം 400 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഭവാനി മിശ്ര എന്ന താന്ത്രികനാൽ താന്ത്രിക വിധി പ്രകാരം നിർമ്മിക്കപ്പെട്ടത് എന്നാണ് അനുമാനം. അദ്ദേഹം താന്ത്രിക ശക്തികൾ കൈവരിക്കാൻ ദേവി ത്രിപുരസുന്ദരിയെ മൂലപ്രതിഷ്ഠയാക്കി വെച്ചുകൊണ്ട് ദശമഹാവിദ്യകളെയും പഞ്ചഭൈരവരെയും പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലിരുന്നേ താന്ത്രിക മുറിയാലും വേദ ആഗമങ്ങളാലും നിർമ്മിച്ച ഈ കോവിൽ താന്ത്രികരുടെയും താന്ത്രിക വിദ്യ പഠിക്കാൻ വരുന്നവരുടെയും പ്രധാന സ്ഥലമാണ്. മനോഹരമായ പ്രവേശന കവാടത്തോടെ കാണപ്പെടുന്ന ഈ കോവിലിൽ ദശമഹാവിദ്യകൾ എന്നറിയപ്പെടുന്ന കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ത്രിപുര ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബഗളാമുഖി, മാതങ്കി, കമല എന്നീ ദേവതകൾക്ക് പ്രതിഷ്ഠയുണ്ട്. കൂടാതെ വടുക ഭൈരവർ, ദത്താത്രേയ ഭൈരവർ, അന്നപൂർണ ഭൈരവർ, കാലഭൈരവർ, മാതംഗ ഭൈരവർ എന്നിങ്ങനെയുള്ള പഞ്ചഭൈരവ മൂർത്തികൾക്കും സന്നിധിയുണ്ട്. പ്രധാന സന്നിധിയിലാണ് മാതാ രാജരാജേശ്വരി ത്രിപുരസുന്ദരി ദേവി. ശക്തിദേവിയുടെ മന്ത്രങ്ങൾ ഉച്ചരിച്ച് ദേവിയെ മനമുരുകി പ്രാർത്ഥിച്ചാൽ ആഗ്രഹങ്ങൾ എന്തുതന്നെയായാലും നിറവേറും എന്നതാണ് ഭക്തജന ഭാഷ്യം. നവരാത്രി കാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് അധികമായിരിക്കും. പകൽ നേരങ്ങളിൽ സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ അംബികയ്ക്ക് പൂജകളും അഭിഷേകങ്ങളും നടന്നുകൊണ്ടിരിക്കും. രാത്രിയിലാണ് ഇവിടെ മനുഷ്യരുടെ ബുദ്ധിക്കതീതമായുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ ക്ഷേത്രം ലോകപ്രശസ്തി ആർജിക്കുന്നതിന്റെ പ്രധാന കാരണം രാത്രിയിൽ ക്ഷേത്രനട അടച്ചു കഴിഞ്ഞാൽ കോവിലിനുള്ളിൽ നിന്നും വിജനമായ നേരങ്ങളിൽ മനുഷ്യർ പരസ്പരം സംസാരിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നതാണ്. ഇത് വല്ലപ്പോഴും നടക്കുന്ന ഒന്നല്ല, ദിനവും രാത്രിയിൽ ഇങ്ങനെ കേൾക്കാറുണ്ട് എന്നതാണ് ഗ്രാമവാസികളുടെ ഭാഷ്യം. ഈ സംഭവത്തിന് പലരും പല പ്രാവശ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ വാർത്ത വേഗത്തിൽ പരന്നപ്പോൾ ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ സർക്കാർ ഗവേഷകരെ അയച്ച് പരിശോധിപ്പിച്ചത്രേ. കോവിൽ ചുവരുകളിൽ ചെവിവെച്ച് പരിശോധിച്ച് അവർക്ക് മനസ്സിലാക്കാനായത് എന്തെന്നാൽ കോവിലിന്റെ ചുറ്റുഭാഗങ്ങൾ വിജനമായിരിക്കുമ്പോഴാണ് ഒലി പോലെയുള്ള ശബ്ദം കോവിലിനകത്തു നിന്നും വരുന്നത്. ഒരു രാത്രി മുഴുവനും ക്ഷേത്രത്തിന് പുറത്ത് തങ്ങിയ ഗവേഷകർ ഈ ശബ്ദങ്ങൾ കോവിലിന് വെളിയിൽ നിന്നല്ല വരുന്നത് എന്ന സത്യം തിരിച്ചറിഞ്ഞു. അർദ്ധരാത്രിയിൽ ആർക്കും പ്രവേശനമില്ലാത്ത ഈ ക്ഷേത്രത്തിനകത്ത് നിന്നാണ് സ്വരങ്ങൾ വരുന്നത് എന്ന് അവർ ഉറപ്പാക്കി എന്നാണ് പറയുന്നത്. സംസാരം സ്പഷ്ടമാണെങ്കിലും ഏതു ഭാഷയാണിതെന്ന് അവരാൽ നിർണയിക്കപ്പെടാനായിട്ടില്ല. അതിനാൽ പ്രതിഷ്ഠകൾ പരസ്പരം സംസാരിക്കുന്നതാണ് എന്ന ഭക്തജന വിശ്വാസത്തെ തള്ളിക്കളയാനുമായില്ല. എന്തുകൊണ്ടിങ്ങനെ ശബ്ദം കേൾക്കുന്നു എന്നതിനെ പറ്റിയും ശരിയായ വിശദീകരണം നൽകാൻ ഇന്നുവരെ ശാസ്ത്രലോകത്തിനായിട്ടില്ല എന്നതാണ് സത്യം. താന്ത്രിക മുറയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പല രഹസ്യങ്ങളും ഉണ്ടാവുമെന്നും അമ്പാൾ ഭക്തരോട് എന്തോ പറയുകയാണെന്നും ആശ്വസിക്കുകയാണ് പലരും. ഇത് കേൾക്കുന്നത് തന്നെ സർവഭാഗ്യം. അതിനാൽ തന്നെ ഈ പ്രബലമായ ക്ഷേത്രത്തിൽ വന്ന് ദേവിയെ പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധി എന്നതാണ് ഭക്തരുടെ അനുഭവസാക്ഷ്യം. സ്പീക്കിംഗ് ഗോഡ്സ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലേക്ക് പുറം രാജ്യങ്ങളിൽ നിന്നു പോലും ഭക്തർ ഈ വാർത്ത കേട്ടറിഞ്ഞ് എത്തുന്നുണ്ട്. അതിനാൽ തന്നെ രാത്രിയിൽ നടയടച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള ഉത്തരം കിട്ടാത്ത രഹസ്യ സ്വഭാവമുള്ള പല ക്ഷേത്രങ്ങൾ ഭൂമിയിൽ ഉണ്ടെന്നതാണ് സത്യം. രാവിലെ 6 മണി മുതൽ 10 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെയും ഈ ക്ഷേത്രം തുറന്നിരിക്കും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പാറ്റ്നയിൽ നിന്ന് 110 കിലോമീറ്റർ, ബക്സറിൽ നിന്ന് 21 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ബക്സർ. അടുത്തുള്ള വിമാനത്താവളം ലോക്നായക് ജയപ്രകാശ് നാരായണൻ എയർപോർട്ട്, പാറ്റ്ന. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.